ഈശ്വരശിഹായെ പ്രിയപ്പെട്ട സിനോ, കെൻസർ, പ്രിയ ക്രിസ്റ്റോ, അന്ന, അതിനെ തന്നെ നിങ്ങൾ 4 പേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെ പേരിൽ ഈ നല്ല ദിവസത്തിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ സ്നേഹത്തോടെ നേരുകയാണ്. ഞാനൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് എടുത്ത് 4 പേരെയും ഉപദേശിക്കുകയാണ്. ഇടവിൽ വികാരിച്ച നിലയ്ക്ക് ഈ കല്യാണം വീട്ടിൽ നിർബന്ധമായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുക. നമസ്കാരമൊക്കെ ചൊല്ലി കേട്ടിട്ടുണ്ട് എനിക്കറിയാം. കൻസിയും അന്യം കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നില്ലേ? വികാരിച്ചെടുത്ത് പോയിരുന്നില്ലേ? പോവാം. നിങ്ങളൊരു ചോദ്യമാണ്, ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല. ചോദ്യം ഇതാണ്: വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരുപാട് തവണ കേൾക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളവരെ ചുമ്മാ കേട്ടാൽ മതി. കർത്താവ് പറഞ്ഞ പോലെ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക, ചിന്തിക്കുക, അല്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുക. 2 മലയാള പദങ്ങളാണ് വിവാഹം എന്ന വാക്ക് ഒറ്റ പദത്തിലേക്ക് ആവുമ്പോൾ വി പ്ലസ് വിവാഹം. അതിലൊന്നാമത്തെ അർത്ഥം വിശുദ്ധമായ വഹനം. അതായത് കല്യാണം കഴിഞ്ഞാൽ ഒരു കുരിശിനെ കിട്ടും. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കും. ഇപ്പൊ നല്ല കാണാൻ ഭംഗിയുള്ള കുരിശായിട്ട് തോന്നും അല്ലേ? ദിവസങ്ങളോടെടുത്ത് വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ അയലവേന്ന് പലതവണ പറഞ്ഞ് ഇപ്പൊ നല്ല കുരിശാണ്. ഒരു കുഴപ്പമില്ല, ഒരു ഭാരവുമില്ല, വഹിക്കാൻ സുന്ദരമാണ്. യു കൻ ടേക്ക് എ ഡിസിഷൻ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ സ്വർഗമാക്കാം, നരകമാക്കാം. നമ്മുടെ കയ്യിരിപ്പ് പോലെ ഇരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പണ്ട് ആന്റണി ഡിമലോട് ഒരു കഥ വായിച്ച് ഓർക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒരു കല്യാണം ഇതുപോലെ നടക്കുന്നു. അങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആഘോഷമായി ഭർത്താവിന്റെ വീട്ടിലെ പെണ്ണിനെ കൊണ്ടുവന്നാക്കി രാത്രി കരച്ചിലും വീഴ്ചയിലും ഒക്കെ ബന്ധുക്കാരൊക്കെ പോയി. പിറ്റേ രാവിലെ പെണ്ണിന്റെ വീട്ടിലെ അപ്പൻ വാതിൽ തുറന്നപ്പോ പെണ്ണ് ബാഗൊക്കെ ആയിട്ട് വന്നിരിപ്പുണ്ട്. അപ്പൊ പേടിച്ചു പോയി. എന്താണ് ഇത്രയും രാവിലെ തന്നെ പെണ്ണ് കുറ്റിയും കിടക്കിയുമായിട്ട് കേട്ട് പോകുന്നുണ്ടല്ലോ? ഉടനെ അമ്മേനെ വിളിച്ചിട്ട് അമ്മ ചോദിക്കും, മോള് പോയി ചോദിക്കും എന്താ സംഭവിച്ചിരിക്കുന്നത്. അമ്മ മോളെ വിളിച്ച് ചോദിക്കും, മോളെ എന്താ പറ്റിയത്? അത് രാവിലെ തന്നെ എന്തെങ്കിലും പോകുന്നത് ഞങ്ങൾ വേറെയൊക്കെ പോകും. അമ്മയോട് മോള് പറയാണ്, എൻ്റെ അമ്മയെ കെട്ടിയോൻ പറഞ്ഞു ദൈവമില്ല, പള്ളിയില്ല, വിശ്വാസമില്ല, പിശാചില്ല, ഒന്നുമില്ല. അപ്പൊ അമ്മ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. അമ്മയുടെ ചിരി കണ്ട മോള് ചോദിക്കും, എന്തിനാണ് അമ്മ എത്ര ചിരിക്കുന്നത്? അമ്മ മോളോട്, മോളെ ഒരു പേടിയും വേണ്ട, നിന്നെ എല്ലാം കെട്ടിയിട്ടുള്ളത് 2-3 ദിവസത്തിനുള്ളിൽ പറയും ദൈവമുണ്ട്, പിശാചുണ്ട്. അത് അമ്മയുടെ ഉത്തരമാണ് മോളോട്. എനിക്ക് തോന്നുന്നത് ഒരു കഥയായിട്ട് ആന്റണി ഡിമലോ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എഴുതുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതാ, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് കുടുംബമാണ്, നരകമുണ്ടെങ്കിലും അത് കുടുംബമാണ്. പ്രിയതമൻ പ്രിയതമോട് പറയുന്ന, പ്രിയതമ പ്രിയതമനോട് പറയുന്ന തിരുവചനങ്ങളാണ്. ഇതെല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം പറയുക, ആവശ്യമുണ്ടെങ്കിൽ. വാചകം ഇങ്ങനെയാണ്: പ്രിയതമൻ പ്രിയതമോട് പറയുന്നു, പ്രിയതമേ, നീ എനിക്ക് കാട്ടുമുള്ളുകൾക്കിടയിലെ ലില്ലി പുഷ്പമാണ്. 2 പിള്ളേരും മനസ്സിലോർക്കുക. പ്രിയതമോട് മുഖത്ത് കിടക്കുന്നു പറയുക, നീ എനിക്ക് കാട്ടുമുള്ളുകൾക്കിടയിലെ ലില്ലി പുഷ്പമാണ്. അർത്ഥം എന്താണെന്നറിയാം? നിങ്ങൾ ഒരുപാട് സ്ത്രീകളെ കാണും ജീവിതത്തിൽ. അതൊക്കെ കാട്ടുമുള്ളുകളാണ്. ബാക്കിയുള്ളവരെ തല്ലെടുത്തിട്ട ഓക്കെ, അതൊക്കെ കാട്ടുമുള്ളുകളാണ്. അതിനിടയിൽ ഒരേ ഒരു ലില്ലി പുഷ്പമേ ഉള്ളൂ, അത് നിങ്ങളുടെ ഭാര്യയാണ്. 4 പേർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.